സ്വകാര്യമായി കൊടുക്കുന്ന സ്വതക്കക്ക് വലിയ ശക്തിയുണ്ട്, വലിയ പവറുണ്ട്. ആ സ്വതക്ക കൊണ്ട് ഒരുപക്ഷെ ഉള്ള പേരിൽ നിന്ന് ആളെ മാറ്റാൻ വരെ സാധ്യതയുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു തആലയുടെ അടുക്കല് ഒരു പെണ്ണ് വന്ന് സംസാരിക്കുകയായിരുന്നു. ആ പെണ്ണങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയേ, ആയിഷ ബീവി സംസാരിക്കുന്ന പെണ്ണ്, ആ പെണ്ണത്ര നല്ല പെണ്ണല്ല, അതുകൊണ്ട് പറയാനുള്ളത് വേഗം പറഞ്ഞു വിട്ടേക്കാൻ പറയണം. ആ പെണ്ണിന്റെ സ്വഭാവവും മറ്റും പരിഗണിച്ചുകൊണ്ട് ആ പെണ്ണ് നരകക്കാരിയായ ഒരു പെണ്ണാണ്. ആ പെണ്ണിനോട് സംസാരം മതിയാക്കിയിട്ട് വേഗം പോകാൻ വേണ്ടി പറയണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് ഒരു പതിവുണ്ട്. ആര് വീട്ടിൽ വന്നു പോയാലും ധർമ്മം ചെയ്യുന്നൊരു പതിവ് പഴയകാലത്തെ ഉമ്മമാർക്കുണ്ട്. അത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഒരു പതിവാണ്. ആ പെണ്ണ് പോകുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അവിടെ ഉണ്ടായിരുന്ന പാത്രത്തിലെ കുറച്ച് കാരക്ക വാരിയെടുത്ത് ആ പെണ്ണിന്റെ കയ്യിൽ കൊടുത്തു. പഴയകാലത്ത് ഉമ്മമാർക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അതേ സ്വഭാവമാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സ്വഭാവത്തിന്റെ പകർപ്പാണത്. കുറച്ച് സ്വതക്ക കാരക്കങ്ങനെ വാരിയിട്ട് ആ പെണ്ണിന്റെ കയ്യിൽ കൊടുത്തു. ആ പെണ്ണങ്ങനെ പോകുമ്പോ ഒരു പാവപ്പെട്ട മനുഷ്യനെ കണ്ടപ്പോ ഒരു കഴിവും